അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളിൻ്റെ തലേന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ. ഞാനിപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് തിരക്കിലായി പോയി. സ്കൂൾ തുറക്കണതിൻ്റെ ഓരോ തിരക്കായിരുന്നു കേട്ടോ. കുറേ ബുക്കൊക്കെ പൊതിയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പെരുന്നാൾ വ്ളോഗൊക്കെ ഇങ്ങനെ ലേറ്റായി പോയത്. അപ്പോൾ ആദ്യം തലേന്നത്തെ വീഡിയോ ഇട്ടിട്ട് പെരുന്നാളിൻ്റെ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ തലേന്ന് നമ്മൾ എത്ര ഒരുങ്ങിയെന്ന് പറഞ്ഞാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു രണ്ടാളുടെ മുടി വെട്ടാന്നുള്ളത്. ഇത് പിന്നെ കുറേ ദിവസം മുന്നേ തന്നെ വെട്ടി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ പോയിട്ട് വെട്ടണത്. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ബാർബർ ഷോപ്പിലാണ് പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് തന്നെയായിരുന്നു ആയിഷു ചെറുതായിരുന്നപ്പോൾ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയിമിൻ്റെ അവിടെ നിന്ന് തന്നെ വെട്ടി. ഇവൾക്ക് പിന്നെ ഇവിടുന്ന് വെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ടൗണിൽ പോവാണ്. അവൾക്ക് എന്തോ ലെയർ കട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മൾ വീവൽ സലൂണിക്കാണ് കേട്ടോ പോണത്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്കും നമ്മൾ ഇവിടെ തന്നെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ ചെറിയ പെരുന്നാളൊന്നും ആഘോഷിക്കാത്തതുകൊണ്ട് ഇപ്പോൾ വലിയ പെരുന്നാൾക്കാണ് മുടിയൊക്കെ വെട്ടി സെറ്റാക്കാൻ പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഓരോ കുട്ടികളെ വെട്ടണമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇവരുടെ മുടി അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഇനി ഇത് ചെറുതാക്കാമെന്നാണ് ഇവർ പറഞ്ഞത്. വീട്ടിൽ നിന്ന് എത്ര ഷാമ്പു ഇട്ട് കുളിച്ചാലും ഇവിടെ വന്നാൽ ഇവർ വാഷ് ചെയ്യും. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഷാമ്പു ഇടാനൊന്നും നിന്നിട്ടില്ല. എന്തായാലും ഇവർ വാഷ് ചെയ്യും. അപ്പം പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് മുടി വെട്ടുമ്പോൾ അത് കഴിയുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷെ അതൊരു 2 ദിവസം പോലും നിൽക്കില്ല. പിന്നെ ഐശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഒരു വർഷത്തിലല്ലേ ആകെ ഒരു പ്രാവശ്യമല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണുള്ളൂ. ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ എത്ര പ്രാവശ്യം മുടി വെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് അയിമി പോയിട്ട് അവിടെ മറ്റേ ക്രിസ്മസിന് ഒരുക്കി വെച്ച ട്രീയാ തോന്നുന്നുണ്ട്. അതിമത്തെ ബെല്ലൊക്കെ പറിച്ചെടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്കൊന്ന് വെട്ടിയാലോ എന്നൊക്കെ തോന്നി. ഞാനിങ്ങനെ അവരോട് ചോദിക്കുകയും ചെയ്തു, എൻ്റെ വെട്ടണമെങ്കിലും ഇത്ര കാശാവുള്ളൂ എന്നൊക്കെ. ആരും കാണിക്കാനൊന്നുമല്ല, നമുക്കൊരു ഇഷ്ടം. ഞങ്ങളിവിടെ എത്തുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ കരുതി ഇന്നിപ്പോൾ ഇത് വെട്ടൽ നടക്കൂലെന്ന്. പക്ഷേ ജെൻസിൻ്റെ ആ ഭാഗത്തായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. ലേഡീസിൻ്റെ ഭാഗത്ത് അത്ര തിരക്കില്ലായിരുന്നു കേട്ടോ. ഇവളും പിന്നെ വേറൊരു കുട്ടിയെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് പെട്ടെന്ന് ഓളെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഓളത് കഴിയാൻ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അയിമി അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഐശോന് എന്താ ചെയ്യണം അതൊക്കെ ഓളിയും ചെയ്യണം. ഇപ്പം തന്നെ ആ ചെയറിൽ ഇരിക്കണം പറഞ്ഞിട്ടാട്ടോ നടക്കുന്നത്. പിന്നെ അവിടെ കണ്ട എല്ലാ സാധനങ്ങളും വലിച്ചെടുക്കുക, അങ്ങനെ കുറച്ച് അലമ്പൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫോൺ കൊടുത്തിട്ട് അവിടെ അങ്ങനെ ഇരുത്താ ചെയ്തട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറേ ക്ലിപ്പുകൾ പിന്നെ എനിക്ക് കിട്ടിയില്ല. അവളെ മുടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഇതന്നെ എടുത്തുകൊണ്ടിരുന്ന് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചേർക്കുന്നു. പിന്നെ ഐശുവിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു മുടി കളർ ചെയ്യണം എന്നുള്ളത് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു ഇതിൻ്റെ എന്താവും എന്നുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വലുതായാലും പിന്നെ എന്തൊക്കെ ചെയ്യാമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ എന്തായാലും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിധം അവിടെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ മുടി കട്ടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സ്ട്രെയിറ്റ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ തന്നെ കാണാൻ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫിനിഷിങ് ഇപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, ഇതറിയണവർക്കറിയാം. പിന്നെ അതെങ്ങനെ നിൽക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ലായിട്ടാണ് തോന്നുന്നു. ഞങ്ങളുടെ 2 ദിവസം കഴിഞ്ഞാൽ നോർമൽ പോലെ തന്നെ ആവും. അങ്ങനെ ഇതാ ഫൈനൽ ലുക്കാണിത്. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇങ്ങനെ നിൽക്കണം എല്ലാ സമയത്തും, എന്നാൽ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇത് ഇപ്പം തന്നെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കോലൊക്കെ മാറും. പിന്നെ അത് അവരെന്നെ അവളെ കൊണ്ടുപോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോഴാണ് കേട്ടോ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. നമ്മളെ പോലുള്ള സ്ത്രീകൾ ഓരോ കച്ചവടമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാർ കുറേ അപ്ഡേറ്റഡ് ആണല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അതാ വീട്ടിലെത്തി. നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് താഴത്തെ റെൻറ്റിന് താമസിക്കണുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പോൾ അവിടെ അടുത്ത് പോയതാണ് കേട്ടോ. അടുത്ത മോള് അത്യാവശ്യം നന്നായിട്ട് മൈലാഞ്ചി ഇടും. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഐശുവിന് പിന്നെ സിമ്പിൾ ഡിസൈൻ മതി പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉറങ്ങി. ഞാനിതാ കുറച്ച് ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ പെരുന്നാൾക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇതും